ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നമ്മളൊരു നീണ്ട വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതേ സ്കൂളിൽ പോകാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങളെല്ലാവരും കുറച്ചായിട്ട് നിങ്ങളുടെ ചാപ്റ്റേഴ്സൊക്കെ ചിലപ്പോൾ ഒന്ന് നോക്കി തുടങ്ങിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്ന സമയത്ത് ഏതൊക്കെ ചാപ്റ്റേഴ്സൊക്കെ ആണോ ഉള്ളത് അല്ലേ. ഇപ്പോൾ ബയോളജിയിലായാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വെറുതെ നോക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ ആണ്. അപ്പോൾ നമ്മളുടെ ബയോളജിയിൽ നമ്മൾക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള ഒരു നല്ലൊരു സിമ്പിൾ ചാപ്റ്ററാണ് ലിവിങ് വേൾഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളെല്ലാവരും ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അതിനെക്കുറിച്ചാണ് ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററിന് ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ചാപ്റ്ററിലേക്ക് നിങ്ങൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞാൽ അത് ഇതെന്നൊക്കെ പഠിക്കുന്നതിനൊക്കെ മുൻപായിട്ട് എന്താണ് ഇതിനകത്തുള്ളത് എന്നുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മിസ് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മളുടെ എക്സാം ഇന്നാണ്ട് നമ്മളുടെ +1 അഗ്നി ബാച്ചിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഏറ്റവും അടിപൊളി റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ബാച്ചിലെ മക്കളാണതേ ഇവരെല്ലാവരും. ഫുൾ മാർക്ക് വാങ്ങിച്ചവരും അതുപോലെ 1 മാർക്ക് മാത്രം മിസ്സായവരും 2 മാർക്ക് മാത്രം മിസ്സായവരും പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ A+കളും ഫുൾ മാർക്സ് ഇൻ സയൻസ് അങ്ങനെ ഒത്തിരി മക്കളാണ് നമ്മളുടെ അഗ്നി ബാച്ചിലുള്ള റിസൾട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു അഗ്നി ബാച്ചിലൂടെ നിങ്ങൾക്കും പഠിച്ച് നെക്സ്റ്റ് ഇയർ ഇതേപോലെ ഇങ്ങനെ മിസ്സിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഫോട്ടോ ഒക്കെ വെച്ച് ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്താ ചെയ്തിട്ടുണ്ടാവുക? എന്തായിരുന്നു എൻ്റെ മക്കളുടെ വെക്കേഷനിലുള്ള പരിപാടി എന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയും? ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ ട്രിപ്പിനൊക്കെ പോയിട്ടുണ്ടാകും അല്ലേ. കുറച്ച് പേര് അറിയില്ല മിസ് ഞങ്ങൾ വീട്ടിലൊക്കെ ഇരുന്ന് തന്നെ 10ാം ക്ലാസ്സിൻ്റെ ക്ഷീണമൊക്കെ അങ്ങ് തീർത്തു എന്ന് പറയുന്നുണ്ടാകും. ഇപ്പം പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരുന്നവരാരും ഉണ്ടാവില്ലല്ലോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ ഈ 2 മാസം വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു, ഒന്നും മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് പോലും ഇല്ല. അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. എന്നാലും അപ്പം നമ്മൾ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലിരുന്നവരാണെങ്കിൽ തന്നെ നിങ്ങളുടെ ചുറ്റുവട്ടത്തും നിങ്ങളെന്ന ആനിമൽ അല്ലാതെ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുവട്ടത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മിസ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതിലൂടെ ഒരു ഈച്ചയൊക്കെ ഇങ്ങനെ പാറി നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചുറ്റും നമ്മൾ നോക്കുമ്പം നിങ്ങളൊരു റൂമിലിരിക്കുകയാണെങ്കിൽ അല്ലേ, നമ്മൾ വെക്കേഷൻ്റെ സമയത്ത് കുറച്ച് ദിവസമെങ്കിലും നമ്മൾ റൂമിലൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടാവും. അങ്ങനെ റൂമിലിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റും നിങ്ങൾ എത്ര ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും? ആരെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു കൊതുകോ ഒരു ഈച്ചയോ ഒരു ഉറുമ്പോ അല്ലേ. അപ്പോൾ മിസ് വെറുതെ ഒരു എണ്ണം എഴുതി. അപ്പം മിസ് ഒരു 3 ആൾക്കാരെ പറഞ്ഞതുകൊണ്ട് മിസ് 3 എഴുതി. ഇനി വീട്ടിൽ തന്നെ ഇരുന്ന് റൂമിൽ തന്നെ ഇരുന്ന് ബോറടിക്കുമ്പോൾ ഒന്ന് ചുറ്റുവട്ടത്ത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിൽ ഒന്ന് പുറത്തൊക്കെ ഇരുന്ന് അല്ലേ, നമ്മുടെ മുറ്റത്തൊക്കെ ഇരുന്ന് അന്നിങ്ങനെ കിളികളുടെ ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, കിളികളെ കണ്ടിട്ടുണ്ടാവില്ലേ, ബേർഡ്സിനെ കണ്ടിട്ടുണ്ടാവും. ഇനി മഴ പെയ്യുന്ന സമയമാണെങ്കിൽ നമ്മളെ ഫ്രോഗിനെ കണ്ടിട്ടുണ്ടാകും, പൂച്ചയുണ്ടാകും, നായയുണ്ടാകും അല്ലേ. അപ്പോൾ നമ്മൾ വീടിന് പുറത്താണെങ്കിൽ നമ്മുടെ ഹൗസിന് ചുറ്റുവട്ടത്താണെങ്കിൽ നമ്മൾ ഏകദേശം പറയാം വെറുതെ ഇതിലും കൂടുതൽ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവുമെന്ന് മിസ്സിന് അറിയാം. എന്നാലും ഒരു 10 ആൾക്കാർ അല്ലേ. ഇനി ഞാൻ നിങ്ങളോട് പറയാണ്, ചിലപ്പോൾ ടൂറ് പോയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഒന്നുമില്ല സാധനം വാങ്ങാൻ വേണ്ടി കടയിൽ പോയപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് മാറി കുറച്ചൊന്ന് പുറത്തേക്ക് പോയപ്പോൾ നിങ്ങൾ ആരെ കണ്ടിട്ടുണ്ടാവും? ഈ 10 ആൾക്കാരെ മാത്രമാണോ കണ്ടിട്ടുണ്ടാവുക? അല്ലല്ലോ, ഇതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവില്ലേ. ഇനി അതും വിട്ടു നിങ്ങളൊരു ഫോറസ്റ്റിലേക്കൊക്കെ പോയാൽ നമ്മളിങ്ങനെ പോകുന്നതിനനുസരിച്ച് എന്തായാലും നമ്മൾ കാണുന്ന ആൾക്കാരുടെ എണ്ണവും കൂടും. അപ്പം നിങ്ങളൊരു ഫോറസ്റ്റിലേക്ക് ബസ് നിങ്ങളെ ഇറക്കി വിടുകയാണ്. സ്റ്റഡി ടൂർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു ഫോറസ്റ്റിലേക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ 3, 10, 15 ആൾക്കാരെ മാത്രമാണോ നമുക്ക് കാണാൻ പറ്റുക? ആണോ മക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു വലിയ കൊടും കാട്, ഇതേപോലത്തെ ഒരു കാട്ടിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ആകെ ഒരു പൂച്ചയും പട്ടിയും ഈച്ചേനെയും മാത്രമായിരിക്കും എൻ്റെ മക്കൾ കാണുക? അല്ല അല്ലേ. ആരൊക്കെ കാണാൻ വേണ്ടി പറ്റും നമുക്ക്? കുറേ വെറൈറ്റി. ഒന്നും വേണ്ട, കൊടുങ്കാട്ടിലേക്കൊന്നും പോയിട്ടില്ലെങ്കിലും ഒന്ന് വെറുതെ വയനാട് ചുരമൊക്കെ ഒന്ന് കയറി ഇറങ്ങിയാൽ അല്ലെങ്കിൽ നമ്മുടെ ഇടുക്കിയിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ അല്ലേ, കുറച്ചൊന്ന് മാറി ഒന്ന് ഉള്ളിലോട്ടൊരു ഗ്രാമപ്രദേശത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള ജീവികളെ കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആരൊക്കെ നമുക്ക് പറയാൻ പറ്റും? എന്തായാലും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫ്ലൈ അല്ലേ, ഫ്ലൈസിനെ പറയാൻ പറ്റും. പിന്നെ നമ്മുടെ ആരെ പറയാം? പൂച്ച അല്ലേ, ക്യാറ്റിനെ കാണാം, ഡോഗിനെ കാണാം, ഫ്രോഗിനെ കാണാം. പിന്നെയോ മങ്കി, നമ്മളിപ്പോൾ കാട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ മങ്കീസിന് എന്തായാലും നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഇവരുടെ ലിസ്റ്റ് ഇങ്ങനെ കൂടി വരും അല്ലേ. നമ്മൾ ആദ്യം നോക്കിയ സമയത്ത് കുറച്ച് ആൾക്കാരെ കണ്ടുള്ളൂ. നമ്മൾ നോക്കുന്ന സ്ഥലം വലുതാക്കിയപ്പോഴോ
കുറച്ചുകൂടെ ആൾക്കാരെ കണ്ടു. നമ്മൾ നോക്കുന്ന ഏരിയ വീണ്ടും വലുതാക്കിയപ്പോഴോ കുറച്ചുകൂടെ ആൾക്കാരെ കണ്ടു. വീണ്ടും വലുതാക്കിയാലോ കുറച്ചുകൂടെ കാണാം. വീണ്ടും വലുതാക്കിയാലോ അല്ലേ? അപ്പം നമ്മൾ നോക്കുന്ന ഈ ഏരിയ വലുതാവുന്നതിനനുസരിച്ച്, അതായത് സ്ഥലം കൂടുന്നതിനനുസരിച്ച് നമുക്ക് പലതരത്തിലുള്ള ജീവികളെ കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ ജീവികൾ, ഇപ്പോൾ മിസ് ഇവിടെ എഴുതിയ ഈ ലിസ്റ്റിനെ നിങ്ങൾ നോക്കി നോക്കൂ. ഇവരെല്ലാവരും ഒരുപോലെയാണോ കാണാനിരിക്കുന്നത്? പൂച്ചേനെ പോലെയാണോ മക്കളെ പട്ടി ഇരിക്കുന്നത്? അല്ലെങ്കിൽ പട്ടീനെ പോലെയാണോ നമ്മളുടെ മങ്കി ഇരിക്കുന്നത്? അല്ലെങ്കിൽ മങ്കീനെ പോലെയാണോ നമ്മുടെ ഈച്ച ഇരിക്കുന്നത്? ഇനി ഈച്ചേനെ പോലെയാണോ നമ്മുടെ കൊതുകിരിക്കുന്നത്? ആണോ? അല്ലല്ലോ. ഓരോരുത്തരും എന്താണ്? ഡിഫറെൻ്റ് ആണ് അല്ലേ? അങ്ങനെ കണ്ടു കഴിഞ്ഞ സമയത്ത് രണ്ടുപേരും വ്യത്യസ്തരാണ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരെ നമുക്കൊരു വാക്ക് വിളിക്കാം. അവരെയാണ് നമ്മൾ എന്ത് പറയുക? സ്പീഷീസ്. ഓക്കെ, അവരെയാണ് നമ്മൾ പറയുന്നത് സ്പീഷീസ്. അപ്പോൾ എന്താണ് ഒരു സ്പീഷീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ, ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള തരത്തിലുള്ള ഓർഗാനിസത്തിനെ നമുക്ക് എന്ത് പറയാം? സ്പീഷീസ് എന്ന് പറയാം. സോ ഈച്ച് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്ലാന്റ് ഓർ അനിമൽ ഓർ എനി അതർ ഓർഗാനിസം എന്ത് പറയുക? സ്പീഷീസ്. ഇപ്പം നമ്മളെപ്പോലല്ലേ, നമ്മളൊരു അനിമലാണ്. നമ്മളെപ്പോലെയാണോ നമ്മുടെ മുല്ലപ്പൂ ചെടി ഇരിക്കുന്നത്? ആണോ? നമ്മുടെ ജാസ്മിനെ പോലെയാണോ ചെമ്പരത്തി ഇരിക്കുന്നത്? ചെമ്പരത്തിനെ പോലെയാണോ റോസ് ഇരിക്കുന്നത്? അല്ലല്ലോ. ഓരോന്നും ഡിഫറെൻ്റ് അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടൊന്ന് നോക്കി നോക്കൂ. ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഈച്ച് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓർഗാനിസം ഇസ് കോൾഡ് എ സ്പീഷീസ്. അപ്പം മനുഷ്യന്മാരെല്ലാവരും ഒരുപോലെയാണല്ലേ? ഒരു തലയുണ്ട്, മുടിയുണ്ട്, മുഖമുണ്ട്, നമ്മുടെ കൈയുണ്ട്, കാലുണ്ട് അല്ലേ? ഒരു ശരീരമുണ്ട്, ഏകദേശം ഒരുപോലെയല്ലേ? പക്ഷെ നമ്മുടെ ശരീരം പോലെയാണോ പൂച്ചയുടെ ശരീരം? അല്ല, അത് വേറെയാണ്. അപ്പോൾ പൂച്ച വേറെ സ്പീഷീസാണ്, നമ്മൾ വേറെ സ്പീഷീസാണ്. കിട്ടിയോ? ഓക്കെ അല്ലേ? ഇനി ഇപ്പം നമ്മളെ തന്നെ എടുത്തു കഴിഞ്ഞാൽ മനുഷ്യന്മാർ തന്നെ കോടിക്കണക്കിനുണ്ടാവും അല്ലേ? ഓരോ ഓർഗാനിസവും അവരുടെ എണ്ണം. ഇപ്പോൾ ഓരോ സ്പീഷീസ് എന്ന് പറയാല്ലേ, നമ്മളൊരു ടേമൊക്കെ പഠിച്ചാലേ നമുക്ക് അതിനെ അങ്ങ് ഉപയോഗിക്കാം. അപ്പോൾ ഒരു സ്പീഷീസ് മിസ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹ്യൂമൻസ്. ഹ്യൂമൻസ് ഒരു സ്പീഷീസ് ആണല്ലോ. ഈ ഹ്യൂമൻസിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ എത്രയോ കോടിക്കണക്കിനുണ്ട് അല്ലേ? അതുപോലെ പൂച്ചേനെ എടുത്തു കഴിഞ്ഞാലും എത്രയോ എണ്ണം ഉണ്ടാകും. അതായത് നമ്പർ ഓരോരുത്തരുടെ എണ്ണവും കൂടുതലാണ് അല്ലേ? നമ്പർ എന്തായാലും കൂടുതലാണ്. അപ്പം നമ്മൾ ഈ മൊത്തം നമ്മുടെ ഭൂമി എടുക്കാം. നമ്മുടെ ഈ മൊത്തം ഭൂമിയിൽ പല തരത്തിലുള്ള സ്പീഷീസ് ഇല്ലേ? മനുഷ്യന്മാർ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഭൂമി എടുക്കുകയാണേ, ഈ ഭൂമിയിൽ നിറയെ ഹ്യൂമൻസ് മാത്രമാണോ ഉള്ളത്? ഓൺലി ഹ്യൂമൻസ് ആണോ? അല്ലല്ലോ. പലതരത്തിലുള്ള ജീവികളെ നമുക്ക് കാണാൻ പറ്റില്ലേ? പല പല പലതരത്തിലുള്ള അനിമൽസിനെ കാണാം, പ്ലാന്റ്സിനെ കാണാം, പല തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്പറിൽ മാത്രമല്ല, പല തരത്തിലുള്ള ഓർഗാനിസംസും എവിടെയുണ്ട്? നമ്മുടെ ഭൂമിയിലുണ്ട്. ഇതിന് നമ്മളൊരു വേർഡ് പറയും, അതാണ് ഡൈവേഴ്സിറ്റി. ഓക്കെ, ഡൈവേഴ്സിറ്റി. വൈവിധ്യം എന്നൊക്കെ കേട്ടിട്ടില്ലേ മക്കളെ? വൈവിധ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിസ്സേ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പെൻസിൽസൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? പെൻസിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരേപോലത്തെ പെൻസിലുകളാണെങ്കിൽ ഇവിടെ എന്താണ്? നമ്പർ കൂടുതലാണ് അല്ലേ? ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞുകൂടി ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 3 എത്രയുണ്ട് ഇവിടെ? 12. അപ്പോൾ 12 പെൻസിലുണ്ട്. എണ്ണം കൂടുതലാണ് അല്ലേ? പക്ഷേ പല തരമുണ്ടോ? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഉണ്ടോ? ഇല്ലല്ലോ. ഒരേപോലത്തെ പെൻസിൽ കുറേ ഉണ്ട് അല്ലേ? ഇപ്പം നമ്മൾ ഹ്യൂമൻസ് എല്ലാവരും ഒരുപോലെയാണ്. നമ്മൾ കുറേ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഡൈവേഴ്സിറ്റി ഉണ്ട് എന്നാണോ അർത്ഥം? അല്ലല്ലോ. നമ്മളുടെ എണ്ണം കൂടുതലാണ്, പക്ഷെ അവിടെ വൈവിധ്യം ഇല്ല, ഡൈവേഴ്സിറ്റി ഇല്ല അല്ലേ? പക്ഷേ മിസ്സേ വേറൊരു ഗ്രൂപ്പ് പെൻസിൽ കാണിച്ചു തരാം. ഇവിടെയോ? ഇതും പെൻസിലാണ്, എണ്ണവും കൂടുതലാണ് അല്ലേ? അത് കൂടാതെ വേറെ എന്തുകൂടെ ഉണ്ട്? പലതരത്തിലുള്ള പെൻസിലല്ലേ മക്കളെ? പല കളേഴ്സ് ഇല്ലേ ഇവിടെ കാണാൻ അല്ലേ? നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ബ്ലൂ ഉണ്ട്, വയലറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, പല തരമുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡൈവേഴ്സിറ്റി എന്ന് പറയാം. അതായത് ഡിഫറെൻറ്റ് കൈൻഡും വേണം, പല തരം വേണം, ഡിഫറെൻറ്റ് കൈൻഡും അതേപോലെ തന്നെ നമ്പറും.
എണ്ണത്തിലും തരത്തിലും ഡിഫറൻസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയുക? ഡൈവേഴ്സിറ്റി എന്ന് പറയുക. സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഇവിടെ ഡൈവേഴ്സിറ്റി ഉണ്ട്, പക്ഷേ ഇവിടെ എന്തില്ല? ഡൈവേഴ്സിറ്റി ഇല്ല. ഇവിടെ എണ്ണം മാത്രമേ കൂടുതലുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വെറും ഡൈവേഴ്സിറ്റി. ഇവിടെ നമ്മൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഇവിടെ നമ്മൾ ജീവനുള്ള ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. ജീവനുള്ള ആൾക്കാർ എണ്ണത്തിലും കൂടുതലുണ്ട്, പല തരത്തിലുള്ള ജീവനുള്ള ആൾക്കാരുണ്ടല്ലേ. ഇപ്പം പൂച്ച, പട്ടി, നായ, നമ്മൾ അല്ലെ ഈച്ച, പാറ്റ എന്നൊക്കെ പറഞ്ഞാൽ പല തരത്തിലുള്ള ജീവികളാണ്. ഓരോരുത്തരുടെ എണ്ണവും ഭയങ്കര കൂടുതലാണ്. അപ്പം നമ്മളിവരെ പറയും ബയോഡൈവേഴ്സിറ്റി. ബയോ എന്ന് പറഞ്ഞാൽ ലിവിങ് ആയിട്ടുള്ള. അപ്പം ജീവനുള്ള ആൾക്കാരുടെ എണ്ണത്തിലും അവരുടെ പല തരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനൊരു കുഞ്ഞ് ഐഡിയ കിട്ടിയോ? നമ്പറും ഡിഫറെൻറ്റ് കൈൻഡ്സും. ഓക്കെ, നമ്പറിലും കൂടുതലുണ്ടാവണം, അതേപോലെ തന്നെ പല തരവും ഉണ്ടാവണം. അതിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുക. ആൻഡ് നമ്മളുടെ ഈ ഭൂമിയിൽ, നമ്മൾ ലിവിങ് വേൾഡിനെ കുറിച്ചല്ലേ പഠിക്കുന്നത്, നമ്മുടെ ഭൂമിയിൽ 1.7 to 1.8 മില്യൺ സ്പീഷീസാണുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്ക് മക്കളെ. ഒരാൾ ഹ്യൂമൻസ് ഇത്ര എണ്ണം ഉണ്ടെന്നല്ല പറഞ്ഞത്, ഇത്രയും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഉണ്ട്. 1.7 to 1.8 മില്യൺ തരത്തിലുള്ള ഓർഗാനിസംസ്, ഇത്രയും മില്യൺ കണക്കിന് പല തരത്തിലുള്ള ജീവികളുണ്ട്. ഇപ്പം നമ്മൾ പറയില്ലേ 100 തരം ഓർഗാനിസംസ് ഉണ്ടെന്ന് പറഞ്ഞു എന്ന് കരുതാം. അല്ലെങ്കിൽ ഇപ്പം നമ്മളോട് പറയാം, നമ്മളൊരു ഒരു ഒരു ബേക്കറിയിൽ കയറിയാൽ നമ്മൾ പറയൂ, ഓ എന്തൊരു ഡൈവേഴ്സിറ്റി ഇവിടെ, പല തരത്തിലുള്ള പലഹാരങ്ങൾ അല്ലേ. ഒരു ബേക്കറി കയറിയാൽ അവിടെ വെറും വറുത്തകായ മാത്രം ഉള്ളെങ്കിൽ ഡൈവേഴ്സിറ്റി ഉണ്ടോ? കട നിറയെ വറുത്തകായ, ഡൈവേഴ്സിറ്റി ഉണ്ടോ? ഇല്ല. പക്ഷെ പലതരത്തിലുള്ള പലഹാരങ്ങളുണ്ടെങ്കിലോ അല്ലേ? വറുത്തകായുണ്ട്, മിക്സറുണ്ട്, കേക്കുണ്ട്. കേക്ക് തന്നെ പലതരത്തിലുള്ള പ്ലം കേക്ക് ഉണ്ട്, ക്രീം കേക്ക് ഉണ്ട്, പാൽ കേക്ക് ഉണ്ട്, ബട്ടർ കേക്ക് ഉണ്ട്, പിന്നെ മൈസൂർ പാക്ക് ഉണ്ട്, പിന്നെ പലതരത്തിലുള്ള ചോക്ലേറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇവിടെ 100, 200, 300, 400 അല്ല, മില്യൺ കണക്കിന് കൈൻഡ്സ് ഓഫ് സ്പീഷീസ് ആണ്. ഇത്രയും എണ്ണം, ഇത്രയും തരത്തിലുള്ള ജീവികളുണ്ട്. അപ്പോൾ എത്രത്തോളം ഡൈവേഴ്സാണ് നമ്മളുടെ ഭൂമി അല്ലേ, നമ്മുടെ ലിവിങ് വേൾഡ്. ഇതിൽ തന്നെ നമുക്ക് അറിയുന്നതാണ് ഇത്രയും. നമുക്ക് ഇത്രയും ജീവികളെ അറിയാം, ഇത്രയും ഓർഗാനിസംസിനെ നമുക്ക് അറിയാം, അറിയാത്തത് എത്രയോ ഉണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ചൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, അപ്പം ഇത്രയും ആൾക്കാരെ നമുക്കിരുന്ന് പഠിക്കാൻ പറ്റുമോ? 1.7 to 1.8 മില്യൺ ആൾക്കാരെ നമുക്ക് പഠിക്കാൻ പറ്റുമോ? പഠിച്ചാൽ നമ്മൾ മറന്നു പോവില്ലേ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യും? ഇവരെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഏകദേശം ഒരേപോലെയുള്ള ആൾക്കാരെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ആ ഗ്രൂപ്പിനെ കുറിച്ച് പഠിച്ചാൽ മതിയല്ലോ അല്ലേ. ഇപ്പോൾ 1.7 to 1.8 മില്യൺ ഓർഗാനിസംസ് ഉണ്ട് നമ്മുടെ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മില്യൺ ആൾക്കാരെ കുറിച്ചും പഠിക്കണ്ട. നമ്മൾ ഏകദേശം ഒരേപോലെയുള്ളവരെ ഒരു ഗ്രൂപ്പാക്കുക, വീണ്ടും ഒരേപോലെയുള്ളവരെ അടുത്ത ഗ്രൂപ്പാക്കുക, വീണ്ടും ഒരേപോലെയുള്ള വേറെ ഗ്രൂപ്പാക്കുക, എന്നിട്ട് ഈ ഗ്രൂപ്പിനെ കുറിച്ച് പഠിച്ചാൽ പോരെ അല്ലേ. ഇപ്പം നമ്മളൊരു കടയിൽ കയറി കഴിഞ്ഞാൽ പലതരത്തിലുള്ള പലഹാരം കണ്ടു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പലതരത്തിലുള്ള ഹലുവകളുണ്ടെന്ന് കരുതാം. ഹലുവകളെ ഒരു ഗ്രൂപ്പാക്കി, കായ വറുത്തതുകളെ വേറെ ഗ്രൂപ്പാക്കി, മിച്ചറുകളെ വേറെ ഗ്രൂപ്പാക്കി. ഇനി ഹലുവേനെ തന്നെ പച്ച ഹലുവ, കറുത്ത ഹലുവ, ചുവപ്പ് ഹലുവ മാറ്റി മാറ്റി നിർത്തിക്കൂടെ അല്ലേ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പഠിക്കാൻ ഈസിയാണ് അല്ലേ. ഇന്നിങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ ഈസിയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം ഹൽവയുടെ കാര്യമൊക്കെ ആണെങ്കിൽ ഹൽവയൊക്കെ ആകെ ഒരു 100, 200 ഒക്കെ അല്ലേ ഉള്ളൂ. ഇവിടെ മില്യണാണ്. അപ്പം നമ്മൾ ഈ ജീവികളെ ഗ്രൂപ്പ് ചെയ്യും. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആരാണ് ഒരുപോലെ ഉള്ളത് എന്ന് മനസ്സിലാക്കണം. ഒരേപോലെയുള്ള ആൾക്കാരെയല്ലേ നമുക്ക് ഒരു ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റുള്ളൂ. എന്നിട്ട് ബാക്കിയുള്ളവരെ വേറെ ഗ്രൂപ്പിലാക്കും അല്ലേ. അപ്പം നമ്മൾ ആദ്യം ഇവരെ തിരിച്ചറിയണം. അപ്പം നമ്മൾ ഇവരെ ഓരോരുത്തരെയും നോക്കും, എന്നിട്ട് ഒരേപോലെയുള്ള ആൾക്കാരെ ഒരു ഗ്രൂപ്പിലാക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഇവരെ എല്ലാവരെയും തിരിച്ചറിയണം. അതിന് നമ്മൾ പറയുന്നതാണ് ഐഡൻറ്റിഫിക്കേഷൻ. തിരിച്ചറിയുക. നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി കാർഡൊക്കെ ഇല്ലേ? അതേപോലെ. രണ്ടാമതായിട്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യണം? ഓരോ ഗ്രൂപ്പിലാക്കണം.
ഓക്കെ, അങ്ങനെ ഗ്രൂപ്പിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്കെല്ലാം പേര് കൊടുക്കണം. നെയിമിങ്, ഓരോരുത്തർക്കും ഓരോ പേര് കൊടുക്കണം. ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. നമുക്ക് ഈ ചാപ്റ്ററിൽ ആകെ പഠിക്കാനുള്ളത് ഓർഗാനിസംസ് എത്ര തരമുണ്ട്, ഇവർ നമ്മൾ എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്, ഇവർക്ക് എങ്ങനെയാണ് നമ്മൾ പേരിടുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ലിവിങ് വേൾഡിൽ നമ്മൾ പഠിക്കുന്നത്. രസമുള്ള ചാപ്റ്റർ അല്ലേ? എങ്ങനെയാണ് ഓരോരുത്തരെ ഗ്രൂപ്പ് ചെയ്യുന്നതെന്നൊക്കെ അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എൻ്റെ മക്കൾക്ക് ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സൂപ്പറായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾ ഇത്രയും ആലോചിക്കുക, ഇത്രയും കുട്ടികൾക്ക് ഒരൊറ്റ ബാച്ചിൽ നിന്ന് ഫുൾ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലേ, ഇപ്പോൾ ഒരാൾക്ക് ആണ് ഫുൾ മാർക്ക്, അല്ലെങ്കിൽ ഒരു 10 ആൾക്കാർക്ക് വെറും ഫുൾ മാർക്ക് മാത്രമാണെങ്കിൽ ഓക്കെ, അവർ ബുദ്ധികളാണെന്ന് വിചാരിക്കാം. ഇത് നോക്കിയ മക്കളെ, ഫുൾ മാർക്ക് അല്ലാതെ 1 മാർക്ക് മാത്രം മിസ്സായവരുണ്ട്, 2 മാർക്ക് മിസ്സായവരുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സയൻസ് സബ്ജക്ട്സിൽ ഫുൾ മാർക്ക് കിട്ടിയ ആൾക്കാരുണ്ട്, എല്ലാ സബ്ജക്ട്സിലും ഫുൾ A+ കിട്ടിയ ആൾക്കാരുണ്ട്. അതായത് ഒരു ബാച്ചിൽ ഇത്രയും കുട്ടികൾക്ക് ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആ ബാച്ചിലെ കുട്ടികൾ 1-2 ആൾക്കാർ ഭയങ്കര പഠിപ്പിസ്റ്റുകളായതുകൊണ്ടല്ല, അവരെല്ലാവരും നല്ലപോലെ പഠിക്കുന്നുണ്ട്, പഠിക്കാൻ തയ്യാറാവുന്നുണ്ട്, നമ്മൾ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എൻ്റെ മക്കൾക്കൊക്കെ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇതേപോലെ ഈ ക്ലാസ്സൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇങ്ങനത്തതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും അറിയിക്കാം. ഓക്കെ, ബൈ.